ഹായ് ഹലോ എല്ലാവർക്കും കെയർ ഗിവർ ഹെൽത്ത് കോമ്പസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ ബ്രെയിൻ ഹെൽത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് നമുക്ക് ബോൺ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാം. ബ്രെയിൻ ഹെൽത്ത് പോലെ തന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോൺ ഹെൽത്തും. പ്രായമാകുമ്പോൾ നടുവേദനയോ കൈകാലുകൾക്ക് വേദനയോ എല്ലാം തോന്നുന്നത് സ്വാഭാവികമാണെന്ന് കരുതി നമ്മൾ പലരും അത് നിസ്സാരമായിട്ട് വിടാറുണ്ട്. എന്നാൽ ചെറിയൊരു വീഴ്ച വരുമ്പോൾ പോലും എല്ലുകൾ പൊട്ടുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഇത് നിർബന്ധമായും കണ്ടിരിക്കണം. നമ്മുടെ എല്ലുകളെ എങ്ങനെ ശക്തമാക്കാം, ഇരുമ്പ് പോലെ ശക്തമാക്കാം എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഓസ്റ്റിയോപൊറോസിസ് എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ എങ്ങനെ പറ്റും, അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഇന്ന് നോക്കാം. നമ്മുടെ എല്ലുകളുടെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞ് അവ പൊട്ടാൻ സാധ്യതയുള്ള രീതിയിൽ ദുർബലമായിട്ട് ഉള്ളിൽ പൊള്ള പോലെ ആവുന്ന ഒരവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ്. പലപ്പോഴും ഒരു ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ പലരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓസ്റ്റിയോപൊറോസിൻ്റെ പ്രധാന കാരണങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കാം. പ്രായം കൂടുന്തോറും എല്ലിൻ്റെ ബലം സ്വാഭാവികമായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ അതൊരു റീസണാണ്. പിന്നെ ഹോർമോൺ വ്യതിയാനങ്ങൾ, സ്ത്രീകൾക്ക് മെനോപോസ് കഴിഞ്ഞതിന് ശേഷം എല്ലുകളുടെ ബലം കുറയും എന്ന് വെച്ചാൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കുറയുന്നത് അതിൻ്റെ ഒരു റീസണാണ്. അതുകൊണ്ടാണ് ഓസ്റ്റിയോപൊറോസിസ് സ്ത്രീകളിൽ കൂടുതൽ കാണുന്നത്. പിന്നെ കാൽഷ്യത്തിൻ്റെ അളവ് നമ്മുടെ ഭക്ഷണത്തിൽ കുറയുന്നത്, വൈറ്റമിൻ ഡിയുടെ ലെവൽസ് നമ്മുടെ ബോഡിയിൽ കുറയുന്നതെല്ലാം കാരണമുണ്ടാകും. പിന്നെ എക്സസൈസ് ആവശ്യത്തിന് ഇല്ലാത്തത് വേറൊരു റീസണാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പിന്നെ ഇത് പാരമ്പര്യമായിട്ട് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ കാൽഷ്യം സപ്ലിമെൻറ്റ്സ്, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. തുടക്കത്തിൽ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും രോഗം കൂടി വരുമ്പോൾ ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ ഒടിവുകൾ കൂടുതലായിട്ടുണ്ടാകും. ഇടുപ്പെല്ല്, നട്ടെല്ല്, കൈത്തണ്ട, റിസ്റ്റ്, ഹിപ്പ്, വെർട്ടിബ്ര ഫ്രാക്ചേഴ്സ്, ആങ്കിൾസ്, അവിടെയെല്ലാമാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒടിവുകൾ. പിന്നെ കഠിനമായിട്ടുള്ള നടുവേദന ചിലർക്ക് വരും. പിന്നെ ഉയരം കുറയുന്നത് പോലെ നമ്മൾക്ക് തോന്നും പ്രായമാകുമ്പം ഉയരം കുറഞ്ഞു അല്ലെങ്കിൽ ഒരു കൂന് പുറകിൽ വന്നു എന്നൊക്കെ പറയുന്നത് ഈ ഓസ്റ്റിയോപൊറോസിസിൻ്റെ വേറൊരു ലക്ഷണമാണ്. ഇനി ഇതിനുള്ള ടെസ്റ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഡെക്സാ സ്കാൻ എന്നാണ് ഇതിൻ്റെ എക്സ്റേക്ക് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ ഡെൻസിറ്റി, സാന്ദ്രതയും ബലവും നോക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം എക്സ്റേ ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലുകൾക്ക് എത്ര ബലമുണ്ടെന്നും ഭാവിയിൽ അത് ഒടിയാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കാനുള്ള ഒരു സ്കാനാണ് ഇത്. ഇത് പ്രത്യേകിച്ച് അഡ്വൈസ് ചെയ്യുന്നത് 65 മുതൽ മേലിലുള്ള 70 വയസ്സ് മേലിലുള്ളവർക്കാണ്. പിന്നെ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾക്ക്, പിന്നെ ചെറിയ വീഴ്ചകളിൽ പെട്ടെന്ന് പൊട്ടലുണ്ടാവുന്നവർക്ക്, പിന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടെന്നുള്ളവർക്ക്, തൈറോയിഡ് പ്രശ്നം ഉള്ളവർ, സ്റ്റെറോയിഡ് മരുന്നുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർ. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റാണ്. 10 മുതൽ 20 മിനിറ്റ് വരെ മാത്രം ഈ പ്രൊസീജിയർ എടുക്കത്തുള്ളൂ. ഇൻവേസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല, വേദനയൊന്നും എടുക്കത്തില്ല. പിന്നെ പ്രഗ്നൻസിയിൽ ഇത് ചെയ്യാറില്ല. ഇതിൻ്റെ റിപ്പോർട്ട് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ പച്ച നിറമുള്ളത് നോർമൽ ബോൺ ഡെൻസിറ്റി, മഞ്ഞ നിറം കാണിക്കുന്നത് സാധാരണ അളവിലും ബോൺ ഡെൻസിറ്റി ഇത്തിരി കുറവാണ്. അതിന് ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്നു. ഇത് ഓസ്റ്റിയോപൊറോസിസിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ മതി. പിന്നെ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് നമുക്ക് എടുക്കാം. ചുവന്ന കളറിൽ കാണിക്കുന്നത് അസ്ഥിക്ഷയം അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന അവസ്ഥയാണ്. ഇത് ചെറിയ വീഴ്ചകളിൽ പോലും ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ എല്ലുകളുടെ ഒടിവുണ്ടാവാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. ഇതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് എല്ലുകളുടെ ബലം കൂട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. പാല്, തൈര്, ചീസ്, മുട്ട, ചെറിയ മീനുകൾ, മത്തി പോലുള്ളവ, ഇലക്കറികൾ അല്ലെങ്കിൽ ആൽമണ്ട് ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ വിറ്റമിൻ ഡി, കാൽഷ്യം നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആകണമെങ്കിൽ വിറ്റമിൻ ഡി അത്യാവശ്യമാണ്. സോ ദിവസവും രാവിലെ കുറച്ച് നേരം വെയിൽ കൊള്ളുന്നത് നല്ലതായിരിക്കും. ഇപ്പം വെയിൽ ഒത്തിരി ഇല്ലാത്ത ക്ലൈമറ്റിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കുറച്ച് എക്സസൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പറയുന്നത് വെയ്റ്റ് ബെയറിംഗ് എക്സസൈസസ് എന്നാണ്. അത് നമുക്ക് നടത്തം അല്ലെങ്കിൽ ജോഗിങ് അല്ലെങ്കിൽ ചെറിയ വെയ്റ്റ്സ് എല്ലാം എടുക്കുക. അതെല്ലാം എല്ലുകളിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അമിതമായിട്ട് ആൽക്കഹോള് അല്ലെങ്കിൽ മദ്യപാനം, പിന്നെ സ്മോക്കിങ്, പുകവലി, ചായ, കാപ്പി അതെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നത് എല്ലുകളുടെ ബലം കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ വീഴ്ചകൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഫോൾസ് അല്ലെങ്കിൽ വീഴ്ച എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനിയും ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.